ആരോ പറഞ്ഞു കേട്ട ഒരു കഥയാണ്. ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കാൻ ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ചിത്രം വര പൂർണ്ണമായില്ല. രാജാവ് ചോദിക്കുമ്പോഴെല്ലാം ചിത്രകാരൻ പറഞ്ഞു വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം രാജാവ് തന്റെ ഒരു രഹസ്യ അന്വേഷകനെ ഈ ചിത്രകാരന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്, ചിത്രം വര എന്തായി എന്നറിയാൻ. അദ്ദേഹം അന്വേഷിച്ച ശേഷം രാജാവിന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, പ്രഭു, ചിത്രം വര ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. അദ്ദേഹം ശൂന്യമായ ഒരു ക്യാൻവാസും കൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്ന്. ഉടനെ രാജാവ് ഇത് കേട്ട പാതി രാജാവിന്റെ പരിവാരങ്ങളുമായി ഈ ചിത്രകാരന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴോ ചിത്രകാരൻ അപ്പോഴും വര തുടങ്ങിയിട്ടില്ല. രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് വര തുടങ്ങാത്തതെന്ന്. അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, അല്പസമയം കാത്തു നിൽക്കാൻ. നിമിഷങ്ങൾക്കുള്ളിൽ അതിമനോഹരമായ ഒരു ചിത്രം ആ ചിത്രകാരൻ വരച്ചു കാണിച്ചു. രാജാവ് ഇത് കണ്ടിട്ട് അമ്പരന്ന് പോയി. രാജാവ് ചോദിച്ചു, ഇത്രയും കുറഞ്ഞ സമയത്തിൽ ഇത്രയും മനോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല എന്ന്. അതിന് മറുപടിയായി ആ ചിത്രകാരൻ ഒരു മുറി രാജാവിനെ തുറന്ന് കാട്ടിക്കൊടുക്കുകയാണ്. ആ മുറിയിൽ ഈ ചിത്രത്തിന് തന്നെ പല രൂപത്തിലും പല ഭാവത്തിലും വരച്ച ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആ ചിത്രകാരൻ പറഞ്ഞു, പ്രഭു, ഞാൻ ഇത്ര നാൾ പരിശ്രമത്തിലായിരുന്നു. എന്റെ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായാണ് ഇത്രയും മനോഹരമായ ഒരു ചിത്രം എനിക്ക് വരയ്ക്കാൻ സാധിച്ചതെന്ന്. എന്നാൽ ചിത്രകാരന്റെ ചിത്രം മാത്രമേ ആളുകൾ കണ്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പരിശ്രമവും കഠിനാധ്വാനവും ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ പരിശ്രമിക്കാതിരിക്കരുത്. പരിശ്രമിക്കുന്നതിന് മാത്രമേ വിജയമുള്ളൂ. തോൽവിയാണ് നമ്മെ തളർത്തുന്നത്. തോറ്റുപോകുമെന്ന പേടിയാണ് നമ്മെ ഇല്ലാതാക്കുന്നത്. തോറ്റുപൊക്കോട്ടെ, പക്ഷേ പരിശ്രമിക്കാതിരിക്കരുത്. വീണു പൊക്കോട്ടെ, പക്ഷേ എഴുന്നേൽക്കാതിരിക്കരുത്. കാരണം തോൽവിയും ജയവും നമ്മുടെ കൈകളിലാണ്. നീ തീരുമാനിക്കണം നിന്റെ ജയം. എന്തുകൊണ്ടെന്നാൽ നിന്നെ കൊണ്ട് മാത്രമേ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ജയിച്ചവർക്കെല്ലാം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതിന്റെ ഒരു കഥ പറയാനുണ്ടാകും. എന്നാൽ നിനക്കോ, നിന്റെ യുദ്ധത്തിൽ നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ ആർക്കും നിന്നെ രക്ഷിക്കാനാവുകയില്ല. തിങ്ക് അബൌട്ട്